ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബുക്ക് റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ഐ ആം മലാല എന്ന് പറയുന്ന ബുക്ക്. എല്ലാവർക്കും തന്നെ ആ ബുക്കിനെ കുറിച്ച് അറിയായിരിക്കും, അത് എഴുതിയ ആളെക്കുറിച്ച് അറിയായിരിക്കും. 16 വയസ്സിൽ ഒരു കൂട്ടം ആളുകൾക്കെതിരെ, അതായത് ഒരു വെടിയുണ്ടയൊക്കെ സ്വീകരിച്ച എന്താ പറയുക ഒരാളാണ്. നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ്. സമൂഹത്തിൽ ഇന്നും അന്നും ഒക്കെ എക്കാലം അറിയപ്പെടുന്ന ഒരാളാണ് അവരുടെ എഫേർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ പലരും തന്നെ മലാലയെക്കുറിച്ച് നെഗറ്റീവായിട്ട് പലരും പറയാറുണ്ടെങ്കിൽ പോലും ഒരു 16 വയസ്സിൽ അവർ ചെയ്തൊരു പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളൊന്നും ചെയ്യത്തില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ആ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ജീവിതം എത്ര നല്ലതാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ വിമൻ ഇംപ്രൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നു, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലായിടത്തും തന്നെ സംസാരിക്കുന്നു. പക്ഷേ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊരു വാക്ക് പോലും പറയാൻ പറ്റില്ലാത്തൊരു രാജ്യത്ത്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങളില്ലാത്തൊരു രാജ്യത്ത് അവരതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക, ആ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവരെ വെടിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇതൊന്നും സത്യം പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ എനിക്ക് ആ ഒരു ബുക്ക് വായിച്ച് തീരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഈ ബെന്യാമിൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതായത് നമുക്ക് പരിചയമില്ലാത്ത, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കഥകളൊക്കെ നമുക്ക് കെട്ടുകഥകളാണ്. ശരിക്കും ഒരു കെട്ടുകഥ വായിക്കുന്നത് പോലെ വായിച്ചു തീർക്കാവുന്ന ശരിക്കുമുള്ളൊരു ജീവിതമാണ് ഐ ആം മലാല. അവരുടെ പഠിക്കാനുള്ള അവരുടെ ആഗ്രഹത്തെക്കുറിച്ച്, ജീവിതത്തിൽ വിജയിക്കാനുള്ള അവരുടെ ആഗ്രഹത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഒരു പെൺകുട്ടിക്ക് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പെർമിഷൻ എടുക്കേണ്ടി വരുന്നു. ഇനി ഒരു ആളുടെ എന്താ പറയുക സപ്പോർട്ടില്ലാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ പഠിക്കാൻ പറ്റില്ല. ഒരു പാട്ട് പാടാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ പാട്ട് പാടാൻ പറ്റില്ല, ഡാൻസ് കളിക്കാൻ പറ്റില്ല. അതൊന്നും നമുക്ക് ഇമാജിൻ കൂടി ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു സമയത്ത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ചെറിയ പെൺകുട്ടികൾ തൊട്ട് എല്ലാവരും തന്നെ റീല് ചെയ്യുന്നു, അവരുടെ കഴിവുകൾ പുറത്തേക്ക് കാണിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം. പക്ഷേ അവിടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവരുടെ സ്വപ്നങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അവരുടെ കഴിവുകളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അതിനിടയിൽ പഠിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ജീവിതം, എനിക്കറിയില്ല എത്രമാത്രം നമ്മൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. പക്ഷെ ആ ഒരു ബുക്ക് വായിച്ച് തീരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നമ്മൾ അവസാനം വായിച്ചു തീർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമ്മുടെ ജീവിതമൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബ്ലെസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അത് പാകിസ്ഥാന് മാത്രം സിറ്റുവേഷൻ അല്ല കേട്ടോ, അത് പല രാജ്യങ്ങളും അത്തരമൊരു റെസ്ട്രിക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവർ പിന്നീട് UK മാറുന്നു, അവരവിടെ സ്വസ്ഥമായിട്ടൊരു ജീവിതം ജീവിക്കുന്നു. അവരെ സംബന്ധിച്ച് ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇപ്പോഴും അവർ പറഞ്ഞ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് അവിടെ. സോ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനസ്സൊന്ന് തുറന്ന് വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. പലതും തിരിച്ചറിയാൻ പറ്റിയൊരു ബുക്കാണ്. സോ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാവുന്നതാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ടാറ്റ.